ബി.ജെ.പി. പഞ്ചായത്ത് അംഗങ്ങൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെ ഉപരോധിച്ചു. തെരുവിളക്കുകൾ പ്രകാശിപ്പിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. പെരിനാട് ഗ്രാമപഞ്ചായത്തിലാണ് ബി.ജെ.പി. അംഗങ്ങൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. പെരിനാട് ഗ്രാമപഞ്ചായത്തിലെ 250-ലധികം തെരുവുവിളക്കുകൾ അധികൃതർ കട്ട് ചെയ്തെന്ന് ആരോപിച്ചാണ് ബി.ജെ.പി. പഞ്ചായത്ത് അംഗങ്ങൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെ ഉപരോധിച്ചത്. കഴിഞ്ഞ 4 വർഷമായി പെരിനാട് ഗ്രാമപഞ്ചായത്തിൽ ഇതിനായി ഫണ്ട് വകയിരുത്തിയിട്ടില്ലെന്ന് ബി.ജെ.പി. അംഗങ്ങൾ ആരോപിച്ചു. പെരിനാട് ഗ്രാമപഞ്ചായത്തിലെ മിക്ക വഴികളും ഇരുട്ടിലാണെന്നാരോപിച്ചായിരുന്നു ബി.ജെ.പി. അംഗങ്ങൾ മെഴുകുതിരികൾ കത്തിച്ച് പ്ലക്കാർഡുകളുമായി പഞ്ചായത്ത് പ്രസിഡന്റിനെ ഉപരോധിച്ചത്. തുടർന്ന് അഞ്ചാലുമൂട് പോലീസ് എത്തിയാണ് പഞ്ചായത്ത് അംഗങ്ങളെ അറസ്റ്റ് ചെയ്തു നീക്കിയത്. അഴിമതിയിലും സ്വജനപക്ഷപാതത്തിലും മുങ്ങിക്കുളിച്ച പെരിനാട് ഗ്രാമപഞ്ചായത്ത് ജനങ്ങളുടെ അടിയന്തര ആവശ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടുകയാണെന്ന് ബി.ജെ.പി. ആരോപിച്ചു. 5 വർഷമായി സ്ട്രീറ്റ് ലൈൻ വലിക്കുവാൻ പെരിനാട് പഞ്ചായത്തിൽ 1 രൂപ പോലും ഈ പ്രസിഡന്റ് നേതൃത്വം വെച്ചിട്ടില്ല. ഈ പ്രസിഡന്റ് വന്നിട്ട് 4ാമത്തെ വർഷം തികയാണ്. എല്ലാ വർഷവും ഞങ്ങൾ പറയും സ്ട്രീറ്റ് ലൈൻ വലിക്കണം. ഒരു വർഷം 100 മീറ്റർ വെച്ച് ഒരു പെരിനാട് പഞ്ചായത്ത് ഒരു വാർഡിൽ വലിച്ചിരുന്നുവെങ്കിൽ ഈ ദുരിതം വരുത്തില്ലായിരുന്നു. ഇളംപുള്ളിൽ നടന്ന ഒരു അപകടവുമായി ബന്ധപ്പെട്ട് 2 വർഷം മുമ്പ് നടന്ന അപകടവുമായി ബന്ധപ്പെട്ട് മുഴുവൻ സ്ട്രീറ്റ് ലൈറ്റുകളും കട്ട് ചെയ്തുകൊണ്ട് ഇലക്ട്രിസിറ്റി ബോർഡും പെരിനാട് പഞ്ചായത്ത് ഉദ്യോഗസ്ഥരും കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇടവഴികളിൽ പാമ്പുകളും മറ്റ് ഇഴജന്തുക്കളും കാരണം ജനങ്ങൾക്ക് നടക്കാൻ പറ്റില്ല. ഇടവഴികൾ എന്ന് വെച്ചാൽ കൊച്ചു 1 മീറ്ററും 2 മീറ്ററും നീളമുള്ള വഴികളിലാണ് ഈ സ്ട്രീറ്റ് ലൈനുകൾ വലിക്കേണ്ടത്. അവിടെ ജനങ്ങൾ ആ ഇരുട്ടിലാണ്. സ്ട്രീറ്റ് മെയിൻ ലൈറ്റ് വിഷയത്തിൽ അടിയന്തരമായി പരിഹാരം കാണണമെന്നും ഇല്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും ബി.ജെ.പി. പഞ്ചായത്ത് കമ്മിറ്റി അംഗങ്ങളായ ഇടവട്ടം വിനോദ, എം സുനിൽകുമാർ, വിജയലക്ഷ്മി, ശ്രുതി, സ്വപ്ന, രമ്യ എന്നിവർ ആരോപിച്ചു. ഓരോ ദിവസം വീട്ടിലേക്ക് ആൾക്കാർ വരികയാണ്. അവർക്ക് ഇടവഴിയുടെ പോകാൻ കഴിയുന്നില്ല. ഇഴജന്തുക്കളെ കാണുന്നു, അപകടം ഉണ്ടാകുന്നു. എത്രയും പെട്ടെന്ന് സ്ഥാപിക്കണം. ഒരു മൗനം വെടിഞ്ഞുകൊണ്ട് ഒരു കാര്യവും നടപടിയെടുക്കാതെ ട്രീറ്റ്മെന്റ് വലിക്കാൻ ഫണ്ട് വെക്കാതെ മുന്നോട്ട് പോവുകയാണ്. ഈ ഓൺ അടുപ്പിച്ച് വരുന്ന ആ ചുറ്റും കാടും കയറി ആ റോഡിൽ കൂടെ നടക്കാൻ പറ്റില്ല. അതിന്റെ കൂടെ ജന്തുക്കളോടൊന്നും അറിയാമോ? ഇപ്പൊ ക്യാമറ വെക്കാനുള്ള എത്ര നാളായി ക്യാമറ വീടുകളെല്ലാം കയറി 10,000 രൂപ വെട്ടിയടിച്ചു കൊടുക്കുന്നുണ്ട്. ആ വേസ്റ്റ് വരുന്ന തീരുമാനം എന്തുവായി? വിഷയത്തിൽ അടിയന്തര ഇടപെടൽ നടത്തുമെന്നും ആവശ്യമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും പെരിനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ജയകുമാർ പറഞ്ഞു. സ്ട്രീറ്റ് ലൈറ്റിൻ്റെ സ്ട്രീറ്റ് മെയിൻ വയർ വെച്ച് വലിച്ചിരുന്ന സ്ട്രീറ്റ് മെയിൻ കട്ട് ചെയ്തതിൻ്റെ ഒരു കാരണമാണ് പറയുന്നത്. അപ്പോൾ അത് കട്ട് ചെയ്യാനുള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 2 മാസത്തിന് മുമ്പ് മുഗൾ ഹോട്ടൽ ഉടമയുടെ മകൻ പെനിയൽ സ്കൂളിൻ്റെ അവിടെ ഗ്രൗണ്ടിൽ ഫുട്ബോൾ കളിച്ച സമയത്ത് സ്ട്രീറ്റ് ലൈനില്ലാണ്ട് തൊടേണ്ട അവസ്ഥ വന്നു. അങ്ങനെ ആ കുട്ടി മരണപ്പെട്ടു. അതുപോലെ സമാനമായ ഒരു കേസ് വേറെ ഒരു സ്ഥലത്തും ഉണ്ടായി. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇലക്ട്രിസിറ്റി ബോർഡ് ഉടൻ തന്നെ ഇങ്ങനെയുള്ള ലൈനുകൾ കട്ട് ചെയ്യണമെന്നുള്ള ഒരു തീരുമാനവും കത്തും ഞങ്ങൾക്ക് തന്നത്. ന്യൂസ് ബ്യൂറോ, കുണ്ടറ.